ഞാൻ താമരാൻ കാത്തിരിക്കായിരുന്നു. തന്നെ കൊണ്ട് ആരാ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്? ഞാൻ ചോദിച്ചു കേട്ടില്ലേ, ഈ വീട്ടിൽ ആരാ തന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിർബന്ധിക്കുന്നതെന്ന്? എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. മറ്റുള്ളവരോട് പെരുമാറാൻ എനിക്ക് ആരിൽ നിന്നും ഒന്നും പഠിക്കേണ്ടതില്ല. പ്രിയങ്കയ്ക്ക് വേണ്ടിയാണ് താനിത് ചെയ്യുന്നെങ്കിൽ അവള് തന്നെ കൊല്ലാൻ ശ്രമിച്ചവളാണെന്നുള്ള കാര്യം മറക്കരുത്. അവൾ എന്റെ അനിയത്തിയാ. ഞങ്ങൾ തമ്മിൽ പിണങ്ങും, വഴക്കിടും, ചിലപ്പോ പരസ്പരം കൊല്ലാൻ നോക്കിന്ന് വരെ വരും. അത് ചെയ്തതിന് ഞാൻ അവളോട് ക്ഷമിച്ചല്ലോ. അത് പറഞ്ഞ് ഞങ്ങളെ തമ്മിൽ അകറ്റാൻ നോക്കണ്ട. രാധിക, താൻ എന്തൊക്കെയാ പറയുന്നേ? ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്റെ പിന്നാലെ നടക്കുന്നതിന് പകരം സ്വന്തം ഭാര്യയോട് അല്പനേരം ചെന്നിരുന്നൊന്ന് സംസാരിച്ചൂടെ? അവളെയും കൊണ്ടൊന്ന് പുറത്തു പോയിക്കൂടെ? ജീവിക്കാൻ അറിയാമെങ്കിൽ അത് കാണിക്കേണ്ടത് അവളുടെ മുമ്പിലാ, അല്ലതെ എന്റെ അടുത്തല്ല. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല താനിതെല്ലാം മനസ്സിൽ തട്ടി പറയുന്നതെന്ന്. അതിന്റെ പേര് ഭ്രാന്തെന്നാ. അതിന് കൂട്ടി നിൽക്കാൻ എന്നെ കിട്ടില്ല. എന്റെ സഹോദരിയുടെ ഭർത്താവ് എന്ന നിലയിലല്ലാതെ നിങ്ങളെ വേറൊരു രീതി കാണാൻ എനിക്ക് പറ്റില്ല. ഇതിൽ കൂടുതൽ എന്റെ പുറകെ നടന്ന് നിങ്ങൾ ശല്യപ്പെടുത്തിയ എനിക്ക് നിങ്ങളുടെ അച്ഛനോട് പരാതി പറയേണ്ടി വരും. മുമ്പിന്ന് മാറാണ് പറഞ്ഞത്. എന്റെ ദേഹത്ത് തൊട്ടുവരുത്. എന്റെ അനിയത്തിയുടെ ഭർത്താവ് എന്ന നിലയില് കുറച്ച് മര്യാദ ഞാൻ കാണിക്കുന്നുണ്ട്. അത് ഇല്ലാതാക്കിയ ഞാൻ എങ്ങനെയാ പ്രതികരിക്കാൻ എനിക്കറിയില്ല. രാധികയെ വിശ്വസിക്കാം. ഞാൻ പറയുന്നതിനപ്പുറത്ത് അവളൊന്നും ചെയ്യില്ല. പതുക്കെ പതുക്കെ വരുൺ അവളെ നകന്നോളും.